ഇന്ന് പലർക്കായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കാലിന്റെ അടിയിൽ വേദന, ഉപ്പുറ്റി വേദന എന്നൊക്കെ പറയുന്നത്. കൂടുതലായിട്ട് രാവിലെ സമയങ്ങളിൽ കാല് നിലത്ത് കുത്തുമ്പോഴുള്ള വേദന, ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഞാൻ ഡോക്ടർ ഇമാനുവൽ ജോഫീസാണ്, സിയോൺ ആയുർവേദയുടെ ഫിസിഷ്യനാണ്. നമ്മൾ ഈ പ്രശ്നങ്ങൾ രണ്ട് തരത്തിലുള്ള കാരണങ്ങളായിട്ടാണ് കൂടുതലായിട്ട് അനുഭവപ്പെടാറ്. ഒന്ന് കാൽക്കേനിയസ് സ്പർ, നമ്മുടെ കാലിന്റെ ഉള്ളിൽ ചെറിയ ഒരു എല്ലിന്റെ വളർച്ച. ഇത് മൂലം അവിടെ നീർക്കെട്ടും വേദനയും എല്ലാം ഉണ്ടാവാം. അടുത്തതായിട്ട് വരുന്ന ഒരു പ്രശ്നം പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയും. നമ്മുടെ കാലിന്റെ അടിയിലുള്ള ഒരു മസിൽ ഗ്രൂപ്പ്, ടെൻഡൻ ഗ്രൂപ്പിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ്. അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാല് നടക്കുമ്പോഴും കൂടുതൽ നേരം നിൽക്കുമ്പോഴും എല്ലാം കാലിന്റെ അടിയിൽ നല്ല വേദനയും ചുട്ടുനീറ്റവും കുത്തുന്ന പോലുള്ള വേദനയെല്ലാം അനുഭവപ്പെടും. കൂടുതലായിട്ടും നമ്മൾ കൂടുതൽ നേരം നിൽക്കുമ്പോൾ, കൂടുതൽ നേരം നടക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് കൂടുക. റെസ്റ്റ് സമയത്ത് കഴിവതും ഈ വേദന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഈ വേദനയുടെ തീവ്രത അനുഭവപ്പെടുക രാവിലെ നേരത്ത് കട്ടിൽ നിന്ന് എണീറ്റ ശേഷം കാല് നിലത്ത് കുത്താൻ നോക്കുമ്പോഴായിരിക്കും ഈ വേദന ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുക. നമുക്ക് ആയുർവേദത്തിലൂടെ രണ്ട് രീതിയിൽ ഇതിനെ ചികിത്സിക്കാൻ സാധിക്കും. ഒന്ന്, അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകളിലൂടെ നമുക്ക് അവിടെ വരുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് എല്ലാം കുറച്ചുകൊണ്ട് ഈ വേദനയെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുറമെ ചെയ്യുന്ന പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. IR തെറാപ്പി മുതൽ അഗ്നികർമ്മം പോലുള്ള ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. അഗ്നികർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന്റെ അടിയിലേക്ക് നമ്മൾ ചൂട് പിടിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അഗ്നികർമ്മം. വളരെ ഫലപ്രദമായിട്ട് ഇത്തരത്തിലുള്ള പ്ലാന്റാർ ഫേഷ്യാറ്റിസിനെയും അതുപോലെ കാൽക്കേനിയസ് സ്പർ മൂലം ഉണ്ടാകുന്ന വേദനയെയും എല്ലാം ആയുർവേദത്തിലൂടെ വളരെ ഫലപ്രദമായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും. നന്ദി.